ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഡ്രാഗൺ പനീർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം പനീറാണ്. അത് ഞാൻ നീളത്തിൽ മുറിച്ച് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവോള. ഒരു വലിയ സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ട്സ്, ഒരു 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ് ആണ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3 സ്പൂൺ മൈദ എടുക്കാം. അതിലേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യാം. കൂടെ ഉപ്പും ആഡ് ചെയ്ത് നമുക്കൊന്ന് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾക്ക് സ്പ്രിംഗ് ഒനിയൻ കൂടി അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് പനീർ വറുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ബാറ്റർ ഒത്തിരി തിക്കായി പോവരുത്, എന്നാൽ ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്. ഇതുപോലെ കിട്ടണം. നമുക്ക് കട്ടയൊന്നും ഇല്ലാതിരിക്കണം. ഇത് ഞാൻ സ്പ്രിംഗ് ഒനിയൻ്റെ വെളുത്ത ഭാഗം അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് സവാള വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റാം. പച്ച ഭാഗം നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇനി പനീർ വറുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പനീർ വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കണം. ഒത്തിരി ഡീപ് ഫ്രൈ ആവണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടാൽ മാത്രം മതി. ഒത്തിരി തിക്ക് കോട്ടിങ് വേണ്ട. ഇത് വറുത്ത് കോരുമ്പോൾ ചിലപ്പോൾ പരസ്പരം ഒട്ടിയിരിക്കും, എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തണുത്തതിന് ശേഷം അതങ്ങ് അടർത്തിയെടുത്താൽ മതി. മറിച്ചിട്ട് കൊടുക്കുകയാണ്. 2 വശവും ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഏകദേശം ഒന്നായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനത് പനീർ വറുത്ത അതേ എണ്ണ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ കൂടുതൽ ഒഴിക്കാം, അല്ല കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തു. അത് പതിയെ ഒന്ന് വറുത്തെടുക്കാം. ഇത് പതിയെ വറവായി വന്നിട്ടുണ്ട്. പതിയെ വറവായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവോള ആഡ് ചെയ്യാം. ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞതാണ്. സവോള നല്ലപോലെ വഴറ്റണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. സവാള ഒടുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ ആ വെള്ള പോർഷൻ നമ്മൾ മുറിച്ച് വെച്ചില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഞാനിനി ആഡ് ചെയ്യുന്ന ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യണം. ഞാനിത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്. നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ക്യാരറ്റ്, ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണ്
ഇനി ഒരു ക്യാപ്സിക്കം, അതും നീളത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡ്രാഗൺ ചിക്കൻ എപ്പോഴും നമ്മൾ എല്ലാം നീളത്തിൽ തന്നെ അരിയുന്നതായിരിക്കും കാണാനൊരു ഭംഗി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ റെഡ് ക്യാപ്സിക്കോ യെല്ലോ ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവും പല കളറിൽ ഇങ്ങനെ കാണുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമായ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോയ സോസ് ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ്, അതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ടൊമാറ്റോ സോസ് ആണ് ആഡ് ചെയ്യുന്നത്, അതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് വേണ്ടത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാം. ഇത് കോൺഫ്ലോർ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അത് മുഴുവൻ ആഡ് ചെയ്യണമെന്നില്ല. നമുക്ക് ഗ്രേവി എന്തോരം വേണോ, എത്ര തിക്നെസ്സിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. പെപ്പറും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യുക. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് അല്പം കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് നേരം ഒന്ന് അതുപോലെ ഒന്നിരുന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് റെഡ് കളറാണ്. അത് തികച്ചും ഓപ്ഷണലാണ്, അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തതാണ്. കുട്ടികൾക്കൊന്നും കൊടുക്കുമ്പോൾ കളറ് അവോയ്ഡ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കളർ ആഡ് ചെയ്യണത് എപ്പോഴും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ആ സ്പ്രിംഗ് ഒനിയൻ മുകളിൽ വിതറിയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാപ്സിക്കോ ചില്ലീസും ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.